ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹവും മനോഹരമായ നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന ബഹുമാനരായ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരാമെന്ന് അരുളിച്ചെയ്തവനായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ ഹൃദയംഗമമായ സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 36-ാമത് വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട അർത്ഥസമ്പുഷ്ടമായ ആശയങ്ങൾ കൊണ്ട് അനുഗ്രഹമേറിയ ഈ വചനഭാഗത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിത കാലയളവിൽ നടന്ന അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ വിവിധമായ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ 3 മേഖലകളെ സ്പർശിച്ചുകൊണ്ട് ദൈവിക ഇടപെടൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ മാനസികമായ അനുഭവമാണ്, 2 ശാരീരികമായ അനുഭവമാണ്, മറ്റൊന്ന് ആത്മീകമായ ആത്മസംബന്ധമായ വിഷയമാണ്. അങ്ങനെ നമ്മുടെ ഫ്ലഷ്, സോൾ ആൻഡ് സ്പിരിറ്റ്, ഈ 3 മേഖലകളിലും ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുന്നതായിട്ട് ഈ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിനും പരിഹാരമുണ്ട്, പരിഹാരം ചെയ്യുവാൻ കർത്താവിന് കഴിയുമെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് തെളിയിക്കുവാനിടയായി. 5-ാം അധ്യായത്തിൻ്റെ പ്രാരംഭഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് 6000 ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യനെ ദൈവം വിടുവിക്കുന്നതാണ്, യേശുക്രിസ്തു വിടുവിക്കുന്നതാണ്. 2 നമുക്ക് കാണാൻ കഴിയുന്നത് 12 വർഷം രക്തസ്രവക്കാരിയായ സ്ത്രീയെ കർത്താവ് വിടുവിക്കുന്നതാണ്. 3 നമുക്ക് കാണാൻ കഴിയുന്നത് യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ 12 വയസ്സ് മാത്രം പ്രായമുള്ള മകളെ വിടുവിക്കുന്നതാണ്. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ചിന്ത, ഈ പള്ളിപ്രമാണിയായ യായിറോസ് യേശുവിൻ്റെ അടുക്ക തൻ്റെ പ്രാർത്ഥനാ വിഷയമായി അല്ലെങ്കിൽ തൻ്റെ ആവശ്യവുമായി വരുവാനിടയായി. ഈ സമയത്ത് താൻ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ നീ വരണം, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലാണ്, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്നാണ് അവൻ അപേക്ഷിക്കുവാനിടയായി. അങ്ങനെ യായിറോസിനോടുകൂടെ യേശു യായിറോസിൻ്റെ ഭവനത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിനിടയിൽ ഒരു സംഭവം നടക്കുവാനിടയായി. 12 സംവത്സരമായി രക്തസ്രവക്കാരിയായിരുന്ന സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യായിറോസിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ ചിന്ത കൂട്ടിച്ചേർക്കുവാനായിട്ട് കഴിയും. യായിറോസേ, നീ പറഞ്ഞത് എൻ്റെ ഭവനത്തിൽ വരണമെന്നും എൻ്റെ മോളെ ശരീരത്തിൽ കൈവച്ച് സൗഖ്യമാക്കണമെന്നുമാണ്. എന്നാൽ വിശ്വസിച്ചാൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാലും സൗഖ്യമാകുമെന്ന് ഈ സ്ത്രീയുടെ അത്ഭുത രോഗസൗഖ്യത്തിൽ തെളിയിക്കപ്പെടുവാനിടയായി. അതിനുശേഷം പിന്നെയും മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ യായിറോസിൻ്റെ ഭവനത്തിൽ നിന്ന് ആളുകൾ വരികയാണ്. അവർ വന്നിട്ട് പറയുന്നു, മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട. നീ വെച്ച പ്രാർത്ഥന വിഷയം അല്ല, നിൻ്റെ ആഗ്രഹം, നീ ഏത് വിഷയവുമായിട്ടാണോ യേശുവിനെ സമീപിച്ച് ആ വിഷയം അതിൻ്റെ അന്ത്യം കാണുവാനിടയായി, മരണത്തിലേക്ക് നയിക്കപ്പെടുവാനിടയായി. ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് അവർ പറയുവാനിടയായി. അപ്പോഴാണ് കർത്താവ് ഇടപെടുന്നത്. ഞാൻ വായിച്ച വാക്യം, കുറിവാക്യം ഇപ്രകാരം വായിക്കാനിടയായത്, ആ വാക്ക് യേശു കാര്യമാക്കാതെ
എന്നെ ചിന്തിപ്പിച്ച ആ പദമാണ്, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ഇഗ്നോർ ചെയ്യുവാനിടയായി, അവഗണിക്കുവാനിടയായി. എന്തുകൊണ്ട്? യേശുവിനറിയാം അടുത്ത നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന്. യായിറോസ് ഏത് വിഷയത്തിനുമായിട്ടാണോ യേശുവിനെ സമീപിച്ചത്, ആ വിഷയത്തിലുള്ള മറുപടി തരുവാൻ തനിക്ക് കഴിയുമെന്നും ആ വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്നും യേശുവിന് നന്നായി അറിയാം. എന്നാൽ യായിറോസിനെ സംബന്ധിച്ച് അത്രമാത്രം അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയാണ്. നമ്മൾ പല പ്രാർത്ഥനാ വിഷയങ്ങളുമായി യേശുവിനെ സമീപിക്കും. എന്നാൽ നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും ഇനി ജീവിക്കത്തില്ല, ഇനി നടക്കത്തില്ല, ഇനി മുൻപോട്ട് പോകത്തില്ല, ഇനി സൗഖ്യമില്ല, ഇനി ഒരു വിടുതലില്ല, ഇനി ഒരു നന്മയില്ല, ഇനി ഒരു ഉയർച്ചയില്ല. അങ്ങനെ നാം നിരന്തരമായി കേൾക്കുന്ന വാർത്തകൾ പലപ്പോഴും നമ്മളെ പ്രാർത്ഥനാ വിഷയത്തുള്ള ബന്ധത്തിൽ നിരാശയും അവിശ്വാസവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച് പലപ്പോഴും നിരാശാജനകമായ ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയവുമായി കർത്താവിനെ സമീപിച്ചിട്ട് ഇപ്പോൾ ഇതുവരെയുള്ള വെല്ലുവിളികൾ നേരിടുകയാണോ? പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണോ? ഭാരപ്പെടേണ്ട. കർത്താവ് പറഞ്ഞ ചിന്ത, ആ വാക്ക് കാര്യമാക്കാതെ ചില വിഷയങ്ങളെ ഇഗ്നോർ ചെയ്യാൻ തയ്യാറായാൽ, അവഗണിക്കാൻ തയ്യാറായാൽ, നമ്മുടെ മുമ്പിൽ നാം പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായി ചിലത് ചെയ്യുവാൻ കർത്താവിന് കഴിയും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. എന്താണോ യായിറോസ് യേശുവിനോട് പറഞ്ഞത്, അതുപോലെ തന്നെ യായിറോസിൻ്റെ ഭവനത്തിൽ ചെന്ന് ആ ബാലികയെ കർത്താവ് സൗഖ്യമാക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ എത്ര അസാധ്യമായ മേഖലകളും എത്ര നിരാശാജനകമായ മേഖലകളെയും അസാധ്യതകളെ സാധ്യമാക്കുന്ന അത്ഭുതത്തിൻ്റെ ദൈവം അതിൻ്റെ നല്ല അനുഭവങ്ങളിലേക്ക് എത്തിക്കുമെന്നതിൽ രണ്ടു പക്ഷമില്ല. ഇന്ന് രാത്രി ഈ സമയത്ത് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര ഭയാനകമാകട്ടെ, എത്ര ഭീതിജനകമാകട്ടെ, നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ചെയ്ത പോലെ ആ കർത്താവ് ചിലതിനെ അവഗണിക്കുവാനിടയായി, ചില വാക്കുകളെ അവഗണിക്കുവാനിടയായി. അതേ, നമ്മെ ഭാരപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന വാക്കുകൾക്ക് കാതുകൊടുക്കാതെ, അതിനെ അവഗണിച്ചുകൊണ്ട്, അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട്, അതിനെ കാര്യമാക്കാതെ മുൻപോട്ട് പോയാൽ ദൈവമഹത്വം നമുക്ക് ദർശിക്കുവാൻ കഴിയും. സർവശക്തനായ ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് പരിമിതിയിടുന്നു. സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ കൂടുതൽ ചിന്തകൾ നിങ്ങൾക്ക് തരുവാൻ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുക. സർവശക്തനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.